ശേഷം വെളിയിൽ ഇറങ്ങേണ്ട മക്കളെ. 3 മണിക്ക് ശേഷം ഇറങ്ങിയ പഴം ചോട്ടി പോയി, എൻ്റെ കയ്യിൽ നിന്ന് ഇരിഞ്ഞു പോയതാ. ഇതാണ് അവസ്ഥ. ചേട്ടായിമാരെ, നമ്മുടെ A to Z വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. നട്ടുച്ച നേരത്ത് നമ്മുടെ വെയിലിനെ ചൂടിനെ അകറ്റുന്ന ഒരു അടിപൊളി ടിപ്സ് ഐറ്റംസ് പറയാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ മാറ്ററിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, എൻ്റെ പൊന്നു ചേട്ടായിമാരെ, എന്താ ഒരു ചൂടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടല്ലോ. എൻ്റെ മുഖം നോക്കിക്കഴിഞ്ഞാൽ അറിയില്ല. എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സാധനം കണ്ട ചൂടെന്താണെന്നുള്ളത് അറിയിച്ചു തരാനുള്ള പറ്റിയ സാധനമാണ്. നോക്കിയേ, ഒരു കൊല കൊണ്ടുവന്നിട്ട് ഒരു കായ് എങ്ങനെയാ പറയുക, മരുന്നിന് പോലും വിറ്റിട്ടില്ല. നോക്കിയാൽ എന്ത് ഭംഗിയാണ് നോക്കിയാൽ, ചൂടായി കരിഞ്ഞു പോയ സാധനമാണ്. അപ്പോൾ ഈ കരിയുന്നതിൻ്റെ സൂത്രവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ഡിഗ്രി ഏകദേശം സെൽഷ്യസ് ചൂടുണ്ട്. നമ്മുടെ ഗവൺമെൻറ് പറയുന്നത് 40 ഡിഗ്രി 42 ഡിഗ്രി എന്നാണ്, ആളുകളെ പേടിപ്പിക്കാതിരിക്കാൻ പറയുന്നതാണ്. യഥാർത്ഥത്തിൽ 50 ഡിഗ്രി ചൂടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്, മസ്റ്റാണ്. അപ്പോൾ ഗവൺമെൻറ് പറയും 40 ഡിഗ്രി ഉള്ളൂ, 39 ഡിഗ്രി ഉള്ളൂ, ഏട്ടാ ഇന്ന് 41 ഡിഗ്രി ഉള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ ആളുകൾ ഇത്തിരി ഒരു അങ്ങനെ ഇരിക്കും, അതിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. പക്ഷേ 50 ഡിഗ്രി ചൂടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഇല്ലെങ്കിൽ ഈ കായ്കളൊന്നും ഇങ്ങനെ നമ്മൾ ഇന്ന് വരെ കരിയെന്ന് കണ്ടിട്ടില്ല. നോക്കിയാൽ ഒരു കായ് പോലും വിറ്റിട്ടില്ല, മരുന്ന് പോലും വിറ്റില്ല എന്നുള്ളതാണ് ചേട്ടായിമാരെ അതിൻ്റെ കാര്യം. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, കായ്കൾ അപ്പുറത്തും ഉണ്ട് കരിഞ്ഞ് നിൽക്കുന്നത്. ഈ ഇടയ്ക്ക് 10 കൊല അതാണ്ടോ കായ് നിൽക്കുന്ന കായ് ഉണ്ടോ, ഇതൊക്കെ കരിഞ്ഞ് നിൽക്കുന്നതാണ്. ഒരു മനുഷ്യന് വേണ്ട. ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും മേടിക്കുമോ? ഇല്ലല്ലോ. നല്ല ചന്തത്തിൽ കണ്ടിട്ടേ ആർക്കും വേണ്ട. പിന്നെ ഇങ്ങനെയുള്ള കായ്കൾ കണ്ടാൽ മേടിക്കുമോ? ഇല്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം 10 കൊല ഞാലിപ്പൂവൻ കൊണ്ടുവന്നിട്ട് 8ൻ്റെ പണി കിട്ടി. ഞാലിപ്പൂവനൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവുക. 10 കൊല കൊണ്ടുവന്നിട്ട് അങ്ങനെ ആളുകൾ പശുവിനാവും കഴിഞ്ഞു. അപ്പോൾ അതുപോലുള്ള അവസ്ഥയാണ് ചേട്ടായിമാരെ. നമ്മൾ കടകളിൽ സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചൂട് കാരണം പ്രതിസന്ധി. അപ്പോൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായ്കൾ കൂടുതൽ കൊണ്ടുവരാതിരിക്കുന്നത് നല്ലത്. എന്താ വെച്ചാൽ കൂടുതൽ കൊണ്ടുവന്നാൽ ചൂട്ടത്ത് വെറുതെ കേടുവന്നു പോകും. ആളുകൾക്ക് ആർക്കും വേണ്ടായിരുന്നു സാധനങ്ങൾ. പിന്നെ വില കമ്മി എന്ന് പറയാനൊന്നുമില്ല, നല്ല വില, അത്യാവശ്യ വിലകളും ഉണ്ട്. എന്നിട്ട് ഈ സാധനം കരിഞ്ഞും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കച്ചവടക്കാരൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇതാണ് എല്ലാവരുടെയും അവസ്ഥകൾ. പിന്നെ സാധനങ്ങൾ നല്ല റേറ്റ് കയറിയിട്ട് കിടക്കുന്നത്, നല്ല സഹായം ഉണ്ട് എന്നാണ് പറയുന്നത്. സഹായമല്ല, നല്ല റേറ്റാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും അത്യാവശ്യം റേറ്റ് കമ്മി എന്ന് പറയാൻ നേന്ത്രക്കായ് ഉണ്ട്, ഏകദേശം 40 രൂപ വിലയുണ്ട്. 60-70 രൂപയ്ക്കൊക്കെ വിറ്റതാണ്. എന്നാലും ഈ കരിഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് സങ്കടം തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കസ്റ്റമർ വേണ്ടി നോക്കട്ടെ. അപ്പോൾ ചേട്ടായിമാരെ, ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളൊരു ചെറിയൊരു ബ്രേക്ക് കൊടുത്തത്. അപ്പം നമ്മൾ പറഞ്ഞത് എവിടെയാണ്? പഴത്തിൻ്റെ ചൂടും നമ്മുടെ ചൂടും പഴം കരിയുന്നതിൻ്റെ ഭാഗം. അപ്പോൾ പഴത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ അറിയാലോ. എല്ലാം കരിഞ്ഞ് പിന്നെ വല്ലതുപോലെയാണ്. എല്ലാവരും വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ട് 11 മണിക്ക് ശേഷം വെളിയിൽ ഇറങ്ങേണ്ട മക്കളെ. 3 മണിക്ക് ശേഷം ഇറങ്ങിയ പഴം ചോട്ടി പോയി, എൻ്റെ കയ്യിൽ നിന്ന് ഇരിഞ്ഞു പോയതാ. ഇതാണ് അവസ്ഥ. പെട്ടെന്ന് ഇരിഞ്ഞാലും മധുരമൊക്കെ ഉണ്ട്, പക്ഷെ എത്ര കഴിക്കും മനുഷ്യൻ. അപ്പോൾ ഗവൺമെൻറ്റേ പറയുന്നുണ്ട് 3 മണിക്ക് ശേഷം വെളിയിൽ ഇറങ്ങിയാൽ മതി, രാവിലെ 11 മണിക്ക് ശേഷം ഇറങ്ങണ്ടെന്നാണ് പറയണം. അത്രയും ചൂട് കാരണം. അപ്പം നമ്മൾ ഇന്നലെ മിലിഞ്ഞാന്ന് ഇച്ചിരി മഴ പാറിയായിരുന്നു. അപ്പോൾ ഇനി നല്ല അടിപൊളി മഴ കിട്ടുന്ന പ്രതീക്ഷയോടെ ജനങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞങ്ങളല്ല എല്ലാ കടക്കാരും അഡ്ജസ്റ്റ് ചെയ്ത് കായൊക്കെ കൊണ്ടുവന്നാൽ മതിയിട്ടാണ്. അല്ലെങ്കിൽ പണി 8ൻ്റെ കിട്ടും. നമ്മുടെ അവസ്ഥയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കെയർഫുൾ. ഓക്കെ, ബൈസ്.